അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആപ്പ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ മറ്റുള്ളവർക്ക് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നമുക്കിനി വ്യൂവിനകത്ത് സെറ്റ് ചെയ്യേണ്ട എന്തെല്ലാം നോക്കാം. നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ളത് ഒരു ലീനിയർ വെർട്ടിക്കലും അതുപോലെ തന്നെ ഒരു എഡിറ്റ് ടെസ്റ്റും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി നമുക്കൊരു ഷെയറിങ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഒരു ലീനിയർ വെർട്ടിക്കൽ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഇത് മാക്സിമം ആക്കണം. ദെൻ ഒരു എഡിറ്റ് ടെസ്റ്റ്, അത് നമുക്ക് മാക്സിമം ആക്കാം. ദെൻ നമുക്ക് ഈ എഡിറ്റ് ടെസ്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. ആദ്യം ഇതൊന്ന് സെൻറ്റർ ആക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഡിസൈനൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട്, അതായത് പല കോഡുകളും നമുക്ക് എക്സ്ട്രാ ഇത് ചെയ്യേണ്ടതായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇത് അപ്ലോഡ് ചെയ്യാൻ അതിൻ്റെ ഒരു ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് നമുക്ക് അതിൻ്റെ ഒരു ലിങ്ക് ഇതുവരെയായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോൻ്റെ താഴെയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനകത്തോ നമ്മളൊരു മീഡിയ ഫയർ ലിങ്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ ആ മീഡിയ ഫയർ ലിങ്കിനകത്ത് നമ്മുടെ പ്രൊജക്റ്റ് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പ്രൊജക്റ്റ് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കോഡിങ്ങും അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഇട്ട ആപ്ലിക്കേഷൻ്റെ കോഡിങ്ങും നിങ്ങൾക്ക് അതിലൂടെ ഡൗൺലോഡ് ചെയ്യാം. നേരിട്ട് തന്നെ സ്കെച്ച്വെയറിലേക്ക്, അതായത് ഏകദേശം ഈ ഒരു രീതിയിൽ പോർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് ആപ്ലിക്കേഷൻ. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് പിന്നെ ഇടാവുന്നതാണ്. അപ്പോൾ അവിടെ എങ്ങനെ അപ്ലോഡ് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ സൈനിങ്, അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ടെസ്റ്റ് വ്യൂ, അവിടെ നമ്മൾ ഷെയർ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ് ഗൈസ്. നമ്മളിവിടെ ഇമേജ് ആട്ടോ ആഡ് ചെയ്യേണ്ടത്, ഇമേജ് ഓർ ബട്ടൺ. ഞാനിപ്പോൾ ടെസ്റ്റ് വ്യൂ തന്നെ കൊടുത്താലും കുഴപ്പമില്ല ഗൈസ്. എനിക്ക് മാറിപ്പോയാണ്. നമുക്ക് അതൊന്ന് സെൻറ്റർ ആക്കി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഈ ഒരു ടെസ്റ്റിന് നമുക്ക് ഷെയർ എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് ബട്ടനോ അല്ലെങ്കിൽ ഇമേജോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് വ്യൂ ആണ് കൊടുത്തതെന്നേ ഉള്ളൂ. അതിനുശേഷം ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം, ഒരു 25 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബട്ടൺ കൊടുക്കാം കേട്ടോ, ഒരു ബട്ടൺ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഇമേജ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്നെങ്കിൽ ബട്ടൺ അല്ലെങ്കിൽ ഇമേജ്, പിന്നെ ഈ ടെസ്റ്റ് വ്യൂ, ഇത് മൂന്നുമാണ് കൊടുക്കേണ്ടത് സാധാരണ. പിന്നെ നമുക്കിനി ഇവൻറ്റിനകത്ത് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഓൺ ആക്ടിവിറ്റി, ദെൻ വ്യൂ, ദെൻ മോർ ബ്ലോക്ക്. ഈ ഒരു 3 ഓപ്ഷൻസാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ഷെയർ എന്ന് പറഞ്ഞ കോഡിങ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി അവിടെ എന്തൊക്കെ ചെയ്യണം നോക്കാം. ഓൺ ആക്ടിവിറ്റിയിൽ നമ്മൾ ക്രിയേറ്റിനകത്ത് ഒരു കോഡ് കോഡ് ആഡ് ചെയ്യാണ്ട്. അപ്പോൾ ഇതാണ് കോഡ്. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്ററിൽ ചെല്ലുക, ആഡ് സോഴ്സ് ഡയറക്റ്റ്ലി ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൊജക്റ്റ് ഒന്നെങ്കിൽ താഴെ ഇടുന്നതായിരിക്കും, ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ കോഡ് നമ്മൾ #ടാഗ് ഉപയോഗിച്ചിടുന്നതായിരിക്കും. നിങ്ങളിവിടെ വന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു #ടാഗ് കിടക്കുന്നുണ്ടായിരിക്കും ഗൈസ്, നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ആ #ടാഗ് ഒന്ന് റിമൂവ് ചെയ്ത് കളയുക. അങ്ങനെ ഞാൻ ഈ ഒരു ലിങ്ക് ഇടുന്നതായിരിക്കും, ഈ ഒരു കോഡ് ഇടുന്നതായിരിക്കും. അടുത്ത വ്യൂവിൽ ചെന്ന് നമ്മൾ ടെസ്റ്റ് ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഈ ഒരു ലിങ്ക്, ഇത് സോഴ്സാണ് ഗൈസ്. ആഡ് സോഴ്സ് ഡയറക്റ്റ്ലി ഷെയർ ആപ്ലിക്കേഷൻ. ഇതും ഒരു #ടാഗ് വെച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആ #ടാഗ് നിങ്ങളൊന്ന് റിമൂവ് ചെയ്ത് കളയണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ കോഡ് വർക്ക് ചെയ്യത്തില്ല ഗൈസ്. ഇനി നമുക്ക് മോർ ബ്ലോക്ക്, ഇവിടെയാണ് നമ്മൾ ഷെയർ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് സോഴ്സ് ഞാൻ ഇടാവുന്നതാണ്, ഞാൻ ഇടാൻ ശ്രമിക്കാം ഗൈസ്. അപ്പോൾ ഇതെങ്ങനെ ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ എന്ന് കൊടുക്കുക. അതിനുശേഷം ബ്ലോഗൻ സ്ട്രിങ്ങിലേക്ക് മാറ്റുക, ആഡ് കൊടുക്കുക. ഷെയറിൻ്റെ കൂടെ ഒരു വൈയും കൂടെ കൊടുക്കുക.
അതിപ്പോൾ എൻ്റെ നേരത്തെ ഉള്ളത് കൊണ്ടാണ് ഗൈസ്. ഇപ്പോൾ ഇവിടെ സെറ്റ് ആയതാണ്ടോ, ഇത്രേ ഉള്ളൂ ഗൈസ്. ഇത് തന്നെയാണ് ഇവിടെ. പിന്നെ നമ്മൾ കോഡൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പം നമ്മുടെ ഇനി ഇതൊന്ന് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അതിന് ശേഷം ഇനി റൺ ചെയ്യിക്കുകയാണ് ഞാൻ. ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണിച്ചുതരാം. ഇപ്പോൾ ഗൈസ് നമ്മൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഷെയർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഗൈസ് വാട്സപ്പ് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ എൻ്റെ ഒരു സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന് ഞാൻ ടെലഗ്രാം വഴി ഇത് അയച്ചു കൊടുക്കുകയാണ്. ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാം ഈ ഒരു ആപ്ലിക്കേഷൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്യാൻസൽ അടിക്കുകയാണ്. ക്യാൻസൽ അടിച്ചു. നമുക്കിത് വാട്സപ്പ് വഴി ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ വാട്സപ്പ് വഴി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വാട്സപ്പിൽ നിന്നൊന്ന് ഇൻസ്റ്റാൾ ചെയ്തു നമ്മുടെ അതേ ആപ്ലിക്കേഷനാണോ നമുക്ക് കിട്ടുന്നതെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് അതേ ആപ്ലിക്കേഷൻ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഷെയർ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഇതേ കോഡ് നിങ്ങളൊന്ന് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്തേക്ക് ഗൈസ്.